വലത്തെ സൈഡിൽ വരാനാണല്ലോ എന്നാണ് പറഞ്ഞു. ഇവിടെ പ്രേംദാസ് ഒരു പുള്ളി ചേട്ടനല്ലേ പ്രേംദാസ് ചേട്ടൻ? അതെ. ആരാ? ചേട്ടാ, പിന്നെ എനിക്കൊരു കൊച്ചിനെ ഇഷ്ടമാണ് ചേട്ടാ. അപ്പൊ ചേട്ടനെ പറ്റി ഞാൻ കുറെ അന്വേഷിച്ചു. ചേട്ടൻ ഈ മാമാ പരിപാടി അതല്ല ഈ മാതിരി പരിപാടിക്കൊക്കെ ചേട്ടൻ ഭയങ്കര എക്സ്പെർട്ട് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചേട്ടന്റെ ഒരു സഹായം വേണമായിരുന്നു. കിട്ടിന് വളരെ ഉപകാരമായിരുന്നു. ഈടെ ചെറുക്ക നിനക്കെന്നാ പിന്നെ ഇതാ കൊച്ചിനോട് നേരിട്ടങ്ങോട്ട് പോയി പറഞ്ഞാ പോരെ? ഈ കാലത്തൊക്കെ ഇത് എന്തിനാണ് മറ്റുള്ള സഹായം എന്നത്തിനാണ്? ഇല്ല ചേട്ടാ, ഞാൻ മറ്റേ ഇംഗ്ലീഷ് ഭാഷ പറയും ഇൻട്രോവേർട്ട് അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഞാൻ ആരോടും അങ്ങനെ ഉണ്ടാറില്ല. എനിക്ക് പിന്നെ ഈ കാര്യം തന്നെ ചേട്ടനോട് പറയാൻ ഭയങ്കര പേടിയാണ്. അല്ല, ഇൻസ്റ്റാ ഫേസ്ബുക്ക് അതൊക്കെ ഇല്ലേ? വല്ല മെസ്സേജ് അയക്കി, നമ്പറൊക്കെ ഒപ്പിച്ച് അങ്ങോട്ട് അയക്കി. പിന്നെന്താ പ്രശ്നം? എന്താ എനിക്ക് അത് ഓർത്തിട്ട് പേടിയാവുണ്ട് ഞാൻ അങ്ങനെ അയക്കാൻ പോയിട്ടില്ല ചേട്ടാ. നീ ആ കൊച്ചിനെ എല്ലാ ദിവസം ക്ലാസ് വെച്ച് കാണണല്ലേ? നീ നല്ല റൊമാൻറ്റിക് ആയിട്ട് നോട്ടം വെച്ചോട്. അയ്യോ ചേട്ടാ, അതൊക്കെ നിയമവിരുദ്ധല്ലേ? നീ ഒരു 13 സെക്കൻഡ് ഇപ്പൊ കണ്ടടച്ചോടാ. നീ ഒന്ന് റൊമാൻറ്റിക് ആയിട്ട് നോക്കി കാണട്ടെ, നോക്കട്ടെ. ഞാൻ ചെയ്തു നോക്കാം. കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് നോക്ക് നീ. റൊമാൻറ്റിക് ആയിട്ട് നോക്കാം. ഇത് ഇങ്ങനെ നോക്കിയാൽ ഞങ്ങള് പെറ്റുപോലടാ. എടാ, നീ നമ്മുടെ ദിവാരന്റെ മോനാണോ? എങ്ങനെ മനസ്സിലായി? അച്ഛനറിയുവാ? പിന്നെ നിന്റെ അച്ഛനെ പാരാതായിരുന്നറിയാൻ പറ്റില്ല, പിന്നെ മൈരി നിനക്കെന്നെ മനസ്സിലാകാനാ? ചേട്ടാ സഹായിക്കണം ചേട്ടാ, പോലെ ചേട്ടാ 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 ചേട്ടന്റെ